അസ്സലാമു അലൈക്കും. ഒരുപാട് പ്രയാസങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരിക്കൽ സാധുവായ ഒരു ഫക്കീറിന് കൈകൊണ്ട് പേന പോലും തൊടാൻ കഴിയില്ല എന്ന ഒരു സന്ദർഭത്തിൽ ഡോക്ടർമാർ പല നിർദ്ദേശങ്ങൾ എത്തി. അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാനോ ഒരു പേന കൈകൊണ്ട് എടുക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥ. ശരീരത്തിൽ മുഴുവനും നീരും വേദനയും മാത്രം. വല്ലാത്തൊരവസ്ഥയായി. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? നിസ്കാരങ്ങളൊക്കെ വളരെ കൃത്യതയിലെടുക്കുകയും തഹജ്ജുദ് നിസ്കരിച്ച് ഈ ഒരു ദുആ തേടുകയും ചെയ്തു. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇശ്ഫി അംറാലന യാ ഷാഫിയൽ അംറാൽ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുന്ന രക്ഷിതാവേ, നീ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ എന്നാണ് ഈ ഒരു ദുആയുടെ അർത്ഥം. അത്രയും എണ്ണമില്ലാതെ ഈ ഒരു ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല ആ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുത്തു. യാ ഷാഫിയ യാ അല്ലാ, എത്രത്തോളം നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യുന്നു, നിങ്ങളുടെ രോഗം പെട്ടെന്ന് തന്നെ ശിഫയാവും. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും രോഗം ശിഫയാക്കാനുള്ള കഴിവുകളില്ല. 2 കിഡ്നിയും ഇതുപോലെ പരാജയപ്പെട്ട ഒരു സ്ത്രീയോട് വീട്ടിൽ പോയി ഇനി മരണം പ്രതീക്ഷിച്ചു കൊള്ളുവാൻ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ച സമയത്തും ആ ഒരു സ്ത്രീയും ഇതുപോലെ ഈ ഒരു ദുആ നിസ്കാരം തഹജ്ജുദ് നിസ്കരിച്ച് ഒരുപാട് ചൊല്ലിയത് കൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ 2 വർഷമായിട്ട് രോഗങ്ങളൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ പശുക്കളൊക്കെ വളർത്തി കുടുംബം പുലർത്തുകയാണ്. അപ്പോൾ എല്ലാ കഴിവും അള്ളാഹുവിന് മാത്രമാണ്. അൽഹംദുലില്ലാഹ്. പ്രാർത്ഥനകൾ ഒരിക്കലും നിഷ്ഫലമാകില്ല. അത് അതിൻ്റെതായ രീതിക്ക് നിങ്ങൾ അള്ളാഹുവിനോടടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഉത്തരം റബ്ബ് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്ന ആളുകൾ ഈ ഒരു ദുആ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ്.